എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. ഞാൻ ഒരു 5:30 എഴുന്നേറ്റത്. 5:30 സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് രാവിലെ കുറച്ച് സമയം പ്രാർത്ഥന ഉണ്ടായിരുന്നു. കാരണം രാവിലെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ എത്ര വിഷമം ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അന്നത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ്. കാരണം ഞാൻ രാവിലെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടോ. രാവിലെ പിള്ളേരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയൊക്കെ ഒന്ന് കഴിയും. അപ്പോൾ തന്നെ നമ്മൾ കൂടെ ചെല്ലുകയും ചെയ്യാം, നമ്മുടെ പണികളും നടക്കും. അങ്ങനെ നമുക്ക് ഒച്ച അനക്കൊന്നുമില്ലല്ലോ ആ സമയത്ത്. പിന്നെ ഇങ്ങനെ ഒരു ചായ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കപ്പിൽ തണുക്കാൻ ഒഴിച്ചു വെച്ചിട്ടോ. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഫാക്ടറിയുടെ പൊടി, നല്ല കലർപ്പില്ലാത്ത പൊടിയാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പൊടിയാണ്. നിറം മാത്രം അങ്ങനെ കാണുമ്പോൾ നല്ല നിറം, പക്ഷേ ഇത് ഒരു കലർപ്പും ഇല്ലാത്ത പൊടിയാട്ടോ. പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഇന്നലത്തെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കി. പച്ചക്കറികളായാലും രാത്രിയിൽ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിരുന്നു. കിഴങ്ങ് ഇടത്തില്ല കേട്ടോ. അത് നമ്മളിങ്ങനെ കേടാകുന്നത് കൊണ്ട് അത് മാത്രം രാവിലെ ചേർക്കത്തുള്ളൂ. ബാക്കിയെല്ലാം കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ ഒന്നുകൂടെ കഴുകി തക്കാളിയെല്ലാം ചേർത്ത് പിന്നെ നമ്മൾ സാമ്പാർ അടുപ്പത്ത് വെച്ചു. അങ്ങനെ സാമ്പാർ റെഡിയായിട്ടോ. അപ്പോൾ രാവിലെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാൻ സാമ്പാറും ഇഡ്ഡലിയും ചായയായിരുന്നു കേട്ടോ. ചായയുടെ നിറം കാണുമ്പോൾ ഭയങ്കര ഇത് തോന്നിക്കും, കടുപ്പം ഒന്നുമില്ല കേട്ടോ. കടുപ്പം പാകത്തിനേ ഉള്ളൂ. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇത് യാതൊരു കലർപ്പും ഇല്ലാത്ത ചായപ്പൊടി കേട്ടോ. അത് നമ്മുടെ വീട്ടിലത്തെ തന്നെ ചായപ്പൊടി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മാസവും വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക. കാരണം വർഷത്തിൽ 1-2 പ്രാവശ്യം പോവുള്ളൂ, ദൂരമായതുകൊണ്ട്. എന്നാലും മോള് വരുമ്പോഴൊക്കെ ചായപ്പൊടി കൊണ്ടുവരും. അമ്മയൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് ചായപ്പൊടി കൊണ്ടുവരും. ഞാനപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് മേടിക്കാറില്ല കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് പെട്ടെന്നൊരു പയർ തട്ടിക്കൂട്ടൽ തയ്യാറാക്കി, മെഴുക്കുവരട്ടി കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണമാകുമ്പോൾ പിന്നെ നമുക്ക് വെക്കാൻ തോന്നുകയില്ല. അതുകൊണ്ട് രാവിലെ പയറും സാമ്പാറും ആക്കി. പിന്നെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ചെടി കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു ചെറിയ തണ്ട് കൊണ്ടുവന്ന കേട്ടോ. കാരണം ഇവിടെ ഈ ചെടി എത്ര കൊണ്ടുവന്ന് വെച്ചാലും ഇവിടെ പിടിക്കാറില്ല. അവിടെ തണുപ്പും ഇവിടെ ചൂടും ആയതുകൊണ്ടായിരിക്കാം. അവിടുത്തെ എല്ലാം നല്ല ചെടികളും നോക്കി ഞാൻ ഇവിടെ കൊണ്ടുവരും, പക്ഷെ ഇവിടെ ഒന്നും പിടിക്കാറില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നതിൽ ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇലച്ചെടിയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കൂട്ടം റോസ് ചെടിയും പിടിച്ചിട്ടുണ്ട്. കാരണം നല്ല റോസ് ചെടി കേട്ടോ അത് പിടിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം പോയിട്ടോ. കുറേ കൊണ്ടുവന്നായിരുന്നു. ഈ ഇലച്ചെടിയിൽ പൂവുണ്ടാകുന്ന, പക്ഷേ ഇത് പൂവൊന്നും ആയിട്ടില്ല കേട്ടോ. ചെറിയ തണ്ടായതുകൊണ്ടായിരിക്കാം. ഈ ഒരു തണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയുടെ തണ്ട്, ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ തണ്ടാട്ടോ ഞാൻ കൊണ്ടുവന്നത്. പിടിക്കില്ല എന്ന് വിചാരിച്ച്, പക്ഷെ അത് പിടിച്ച് നിറയെ പൂവായിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുറ്റം എല്ലാം ഒന്ന് അടിച്ചു വാരി കരികലയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ പച്ചക്കറിക്കകത്ത് കൊണ്ടുപോയി ഒന്ന് നിലത്ത് എല്ലാം ഇതൊന്ന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടുമല്ലോ, അത് ചോട്ടിൽ കൂടെ ഒന്ന് ഇട്ടാൽ. അങ്ങനെ എല്ലാം ചോട്ടിൽ ഞാൻ ഇടാറുണ്ട്. പിന്നെ ബാക്കി ഇങ്ങനെ എടുത്ത് പാകത്ത് വെക്കും കേട്ടോ. പിന്നെ എപ്പോഴേലും ഇടാൻ. പിന്നെ എൻ്റെ ചെടിയിൽ കുറച്ച് മരുന്നൊക്കെ ഒന്ന് തെളിക്കാനുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഒന്ന് തെളിച്ച് നോക്കി, സ്പ്രേ ബോട്ടിൽ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ അത് വരുന്നില്ല. ഇത് കുറച്ച് കട്ടി കൂടുതലുണ്ട് കേട്ടോ. അത് ഞാൻ സ്വന്തം അങ്ങനെ തയ്യാറാക്കിയതാണ്. കാരണം ഇത് മൊത്തം പുഴുക്കേട് കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ടാന്ന് എപ്പോഴും വരുന്ന വഴുതനയിൽ ചെറിയ പുഴുക്കേടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇല മൊത്തം ചുരുണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇല അങ്ങനെ ചുരുളുന്നതിനെക്കുറിച്ചുള്ള അതിനുള്ള മരുന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ അതിനുള്ള മരുന്ന്. എന്നിട്ട് ഞാനിതിൻ്റെ മേളിലത്തെ തണ്ടുകൾ ഇതെല്ലാം ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് ഞുള്ളിക്കളഞ്ഞ് വെച്ച് ഒരു പ്രാവശ്യം ഇങ്ങനെ തെളിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നെന്ന് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിട്ട് ഇത് സ്പ്രേ ചെയ്യുന്ന പുഴുക്കളുള്ളത് കൊണ്ട്. പിന്നെ ആ ഈച്ച ഉണ്ടല്ലോ, വെള്ളീച്ച, അതും ഇങ്ങനെ മറ്റുള്ള ചെടികളിൽ കുത്തുന്നുണ്ട്. നമ്മുടെ പയറിലായാലും അതിങ്ങനെ ഈച്ച കുത്തുന്നുണ്ട് കായാവുമ്പോൾ തന്നെ. പിന്നെ ഞാനിത് കുറച്ചൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത. കാരണം ഇത് ഇങ്ങനെ നന്നായിട്ട് വന്നതായിരുന്നു കേട്ടോ. ചെറുത് നട്ടപ്പം പിന്നീട് എല്ലാം ഇങ്ങനെ എല്ലാം ചുരുണ്ട് നിൽക്കുക. കായ്ക്കേണ്ട സമയമായി, പക്ഷെ ഇത് കായൊന്നും ആയിട്ടില്ല. 1-2 പൂ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ അത് പോവുക കേട്ടോ. പിന്നെ നമ്മുടെ വഴുതനയിലാണെങ്കിൽ ഇതൊരു ചെറിയ വഴുതന വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 മാസം ആവുന്നതേ ഉള്ളൂ. അതിൽ കായൊക്കെ വരാനായി. ചിലതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരെണ്ണത്തിൽ കാ വന്നിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള സൈസ് വഴുതനങ്ങ കേട്ടോ. ഇതിപ്പോൾ ഉണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ നല്ല വലുപ്പം വെക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു മത്തവള്ളിയായിട്ടും ഇത് നല്ലതുപോലെ ഒന്ന് വളർന്നിട്ടുണ്ട്. അതിലൊരു കായുണ്ട്, കുറേ കായ ഉണ്ടായിരുന്നു. അതിൽ ആ ചെറിയ കായകളിലൊക്കെ ആ വെള്ളീച്ച കുത്തിയിട്ട് കായെല്ലാം നാശിപ്പോയി. അപ്പോൾ ഞാനിത് പൊതിഞ്ഞിട്ടതാട്ടോ. കാരണം ഇതും കൂടെ ഞാൻ കളഞ്ഞാലോ, ഈച്ച കുത്തി കളഞ്ഞാലോ എന്നുള്ളൊരു പേടിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളിയും കുറച്ച് വാട്ടം ഉണ്ട് കേട്ടോ. ഇത് ഒരു തണ്ടൊക്കെ ഒരു എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാട്ടരോഗമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.
അതിനൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ചോറും സാമ്പാറും പയർ മെഴുക്കുവരട്ടിയും പിന്നെ ബീഫ് കറി കേട്ടോ. ബീഫ് കറി വെച്ചത് ആരാന്നറിയാമോ? എൻ്റെ മോളാണ്. അവൾ 9ാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്. പൊതുവെ അവൾക്ക് അടുക്കളയിൽ കയറുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. പിന്നെ എന്നോട് ഉച്ചയ്ക്കത്തേക്ക് എന്താ കറിയെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പയറും സാമ്പാറേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ സ്വന്തം എന്നാൽ ഞാൻ വെച്ചോളാം മമ്മി എന്ന് പറഞ്ഞാൽ അവൾ വെച്ചതാട്ടോ. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നടാനൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം ഉള്ളത് കൊണ്ടാകട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ നടുന്നത്. കാരണം വെള്ളമില്ലെങ്കിൽ നമുക്കിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പിന്നെ കുറച്ച് വളമൊക്കെ ഇടാനുണ്ടായിരുന്നു, ചാണകപ്പൊടി കേട്ടോ, അതൊക്കെ ഇട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.